സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം രക്ഷകനാണെന്ന് പറയുമ്പോൾ അത് ആഴമേറിയ ഒരു ബന്ധത്തിൻ്റെ സൂചന കൂടിയാണ്. ഗോയൽ, ചാർച്ചക്കാരൻ എന്നൊരർത്ഥം വരുന്നുണ്ട് ഇവിടെ. ഏറ്റവും അടുത്ത ബന്ധു, നമുക്കൊരാവശ്യം വന്നാൽ ഓടി അണയുന്നവൻ, എല്ലാത്തിനും നമുക്ക് പകരക്കാരനാകാൻ സാധിക്കുന്നവൻ, ജീവൻ നൽകിപ്പോലും പകരമാകാൻ പറ്റുന്നവൻ. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് രക്ഷകനെന്ന് പറയുമ്പോൾ അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്ന വഴികൾ കൂടി ഇങ്ങനെ ചേർത്ത് വായിക്കേണ്ടത്. കൃമിയും പുഴുവും തൃണവുമൊക്കെയായ നമ്മളെ ഏഷ്യ 40:6-7 വരെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവിടുന്ന് മെതിയന്ത്രം പോലെ ബലവത്തുക്കളാക്കുകയാണ്. ഏഷ്യ 41:13-20 വരെ. ദൈവം തൻ്റെ ജനത്തിന് ബലം നൽകുന്നു. ഉത്തരവാദിത്തങ്ങളും നിയോഗങ്ങളും അതോടൊപ്പം ചാർത്തി നൽകുന്നുണ്ട്. നമ്മൾ ബലഹീനരോ ദൈവം നമ്മുടെ കാര്യത്തിൽ തൽപരനോ അല്ലെന്ന് മേലിൽ കരുതേണ്ടതില്ല. ഇന്ന് പരിശുദ്ധ ഗ്വാദലൂപ്പെ മാതാവിൻ്റെ തിരുനാളാണ്. മാർപ്പാപ്പ ഈ ദിവസങ്ങളിൽ ഈ തിരുനാളിനെ അനുസ്മരിച്ച് പറഞ്ഞതുപോലെ ഈ ദർശനം സിദ്ധിച്ച വിശുദ്ധ ഉവാൻ ദിയോഗയുടെ തോൾ വസ്ത്രത്തിൽ ടിൽമ പതിഞ്ഞ പരിശുദ്ധ കന്യകയുടെ അത്ഭുത ചിത്രം, അവൻ്റെ കയ്യിൽ അതിശയകരമായി വിടർന്ന റോസാപ്പൂക്കൾ, ഇതൊക്കെയാണ് ഈ ദർശനത്തിൻ്റെ സന്ദേശം. അല്ലാതെ ഈ ദർശനത്തെ വളച്ചൊടിച്ച് പ്രത്യയശാസ്ത്രങ്ങളിൽ നമ്മൾ കുരുത്തിടേണ്ട ആവശ്യമില്ല എന്ന്. കാരണം അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെയും ഈ സന്ദേശത്തിൻ്റെ ലാളിത്യത്തെ അപകടപ്പെടുത്താനേ ഉപകരിക്കൂ എന്ന്. സ്വത്വനിർമ്മിതിക്കും രാഷ്ട്രീയ വിക്ഷേപണങ്ങൾക്കും വേണ്ടി അടയാളമാക്കപ്പെട്ടതാണ് ഗ്വാദലൂപ്പെ മാതാവിൻ്റെ ഈ ദർശനമെന്നും ഓർക്കണം ചരിത്ര വഴികളിൽ നിന്ന്. പ്രത്യയശാസ്ത്രങ്ങളിലും ലോകഗതികളിലും ലോകക്രമങ്ങളിലും ചേർത്ത് വായിക്കേണ്ടതല്ല നമ്മുടെ വിമോചനത്തിൻ്റെ സദ്വാർത്ത. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ അത് ക്രിസ്തു ഒരുക്കുന്ന സുവിശേഷത്തിൻ്റെ യഥാർത്ഥ പകർച്ചയിൽ നിന്നാണ് വരേണ്ടത്, ജീവിത പകർച്ചകളിൽ നിന്ന്. ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകൻ്റെ ഈ സ്നേഹ പാരമ്യത്തിലേക്ക് നമ്മെ ചേർത്തണയ്ക്കുകയാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ശക്തിയും മഹത്വവും വെളിവാക്കുന്നുണ്ട് ഇന്ന് സങ്കീർത്തനം 145. ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണങ്ങൾ അങ്ങനെ അത് നിരത്തിവെക്കുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹകാരുണ്യം ഖെസേദ്, അതാണ് ഈ രാജ്യത്തിൻ്റെ മുഖമുദ്ര. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയുലയുന്ന നിലപാടുകളില്ലാത്ത ബലമില്ലാത്ത മാനുഷികതയല്ല നമുക്ക് വേണ്ടത് എന്ന് ഇന്ന് സ്നാപകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാഥൻ പറഞ്ഞു തരും. മത്തായി 11:11-15 വരെ. അവൻ കാറ്റത്താടുന്ന ഞാങ്ങണയല്ലായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനായിരുന്നു യോഹന്നാൻ. പക്ഷേ ദൈവരാജ്യത്തിലെ ഏറ്റവും എളിയവൻ പോലും അവനേക്കാൾ വലിയവനാണ് എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഇത് സ്നാപകൻ്റെ പ്രാധാന്യം ഒട്ടും കുറച്ചു കളയുന്നൊരു കാര്യമല്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒന്നാണ്. വെളിപാടുകളുടെയും പ്രവാചകരുടെയും ക്ലൈമാക്സ് എത്തിക്കഴിഞ്ഞു. കാത്തിരിപ്പുകൾ കഴിഞ്ഞു. ഇനി ചേർന്നിരിപ്പാണ്, പങ്കാളിത്തം. നാഥൻ പ്രഖ്യാപിച്ച ദൈവരാജ്യത്തിൽ നമ്മൾ ക്രിയാത്മകമായി ഇടപെട്ട് തുടങ്ങണം. ആ ഒരു ഉത്തരവാദിത്വ ബോധമാണ് ഉദാത്തമായിട്ട് നാഥൻ ഉയർത്തി കാണിക്കുന്നത്. ഇതാണ് സ്നാപകൻ തുറന്നു തന്ന അതിശാബോധം. ഏലിയ വന്നു കഴിഞ്ഞവനാണ് അവൻ. ഏലിയ റെദിവിവൂസ്. ഏലിയയുടെ അരൂപിയിലും ബലത്തിലും വന്നവൻ യോഹന്നാൻ തന്നെ. ദൈവത്തിൻ്റെ ബലം ഇപ്രകാരം ആർക്കെല്ലാം പകർന്നു കിട്ടുന്നുവോ അവരെല്ലാം ദൈവരാജ്യത്തിലെ അധികായന്മാരാകുന്നു. 100 പുതുപുത്തൻ ഏലിയാമാർ.